Hi friends, do you remember Anna? Yes, we learned the lesson about Pepperboard. Love can win friends. This unit aims at bringing friendship in children. The story and the poem of this unit will help us to learn the lessons of love. Who were the characters in it? Anna, the fat boy, and Arundhati. ഡു യു റിമെമ്പർ അരുന്ധതി? യെസ്, അന്നയുടെ സ്നേഹനിധിയായ ആൻറ്റി. ഒരു ദിവസം അരുവി നിറയെ കലക്കവെള്ളമുണ്ടായിരുന്നപ്പോൾ ആൻറ്റി അവൾക്ക് കടലാസു തോണി ഉണ്ടാക്കി കൊടുത്തു. അവളത് ഒഴുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തടിയൻ ബാലൻ ആ തോണികളിൽ ചാടി വീണ് തോണി മറിച്ചിട്ടു. പെൺകുട്ടിയുടെ ദേഷ്യഭാവം ആ തടിയൻ ചെക്കൻ ഗൗനിച്ചതേയില്ല. ദേഷ്യപ്പെട്ട് ആൻറ്റിയുടെ അടുത്തെത്തിയപ്പോൾ പെൺകുട്ടിയെ ആൻറ്റി ആശ്വസിപ്പിച്ചുകൊണ്ട് വേറൊരു തോണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അതും ബാലൻ നശിപ്പിച്ചാലോ എന്ന അവളുടെ ചോദ്യത്തിന് കൂടുതൽ തോണികൾ നൽകാമെന്ന് ആ നല്ല ആൻറ്റി മറുപടി പറഞ്ഞു. അവയെല്ലാം അവൻ നശിപ്പിച്ചാലോ എന്നായി പെൺകുട്ടിയുടെ സംശയം. അവന് തോണിയുണ്ടാക്കുവാൻ അറിഞ്ഞുകൂടാത്തതോ പറഞ്ഞു കൊടുക്കുവാൻ ആരുമില്ലാത്തതോ ആകാമെന്നും അവനും കൂടി ആൻറ്റി തോണി ഉണ്ടാക്കി കൊടുക്കാമെന്നും പറഞ്ഞു. പെൺകുട്ടി അവയിൽ ചിലത് അവന് നൽകിയപ്പോൾ അവരിൽ നിഷ്കളങ്കമായ സ്നേഹബന്ധം രൂപം കൊണ്ടു. വെറുപ്പല്ല, സ്നേഹമാണ് വിദ്വേഷത്തിന് പ്രതിവിധി എന്ന നല്ല ഒരു പാഠം ആൻറ്റിയിൽ നിന്ന് പെൺകുട്ടി പഠിച്ചു. പേപ്പർ ബോട്ടിലെ അതിമനോഹരമായ ഒരു സോങ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഡേ ബൈ ഡേ ഐ ഫ്ലോട്ട് മൈ പേപ്പർ ബോട്ട്സ് one by one down the running stream. In big black letters I write my name on them and the name of the village where I live. I hope that someone in some strange land will find them and know who I am. Day by day I float my paper boats one by one down the running stream. ടീച്ചറിൻ്റെ കൂടെ നിങ്ങളൊന്ന് പാടി നോക്കൂ. നമുക്ക് ഇതിൽ നിന്നും LSSന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്താലോ? Fill in the blanks with the suitable words from the bracket. She bent a little and launched a dash. എന്തായിരിക്കും ആൻസർ? അവൾ അല്പം കുനിഞ്ഞ് ഒരു കടലാസു തോണി വെള്ളത്തിലേക്ക് ഇറക്കി. She bent a little and launched a paper boat. അപ്പോൾ ആൻസർ ഈസ് paper boat. Listen second one. She went on placing a number of paper boats in the stream. അവൾ നീരൊഴുക്കിൽ ധാരാളം കടലാസു തോണികൾ ഇറക്കുന്നത് തുടർന്നു. അതാണ് ടെക്സ്റ്റിൽ പറയുന്ന സെൻറ്റൻസ്. ദെൻ ദ ആൻസർ ഈസ് സ്ട്രീം. ഓക്കെ. ഹി ഈസ് സോ റൂഡ്. ഹൂ സെഡ് ദിസ്? അവൻ ഭയങ്കര പരുക്കനാണ്. ആരാണിത് പറഞ്ഞത്? Yes, Anna said these words. Who jumped into the stream and pulled the boat out of the water? ആരായിരുന്നു വെള്ളത്തിൽ മുങ്ങിയ ബോട്ട് അവൾക്ക് എടുത്തു കൊടുത്തത്? Yes, the boy. Anna gently dashed towards the stream. അന്ന സ്ട്രീമിലേക്ക് എന്തു ചെയ്തു? യെസ്, വാക്ക്ഡ്. നടന്നു. നോട്ട് റാൻ, സ്വാം, ഡ്രോവ്. ഒന്നുമല്ല, അവൾ നടന്നുകൊണ്ടാണ് സ്ട്രീമിലേക്ക് പോയത്. ഓക്കെ. ദെൻ അന്ന ഡാഷ് എ പേപ്പർ ബോട്ട്. അന്ന ലോഞ്ച്ഡ് ദ പേപ്പർ ബോട്ട്. അന്നയാണ് പേപ്പർ ബോട്ട് വെള്ളത്തിലേക്ക് ഇറക്കിയത്. നെക്സ്റ്റ് വൺ. Who gently walked towards the stream? Answer is Anna. Then next. Who pounced and pulled Anna's boat
ആരാണ് അന്നയുടെ ബോട്ട് തള്ളിയത്? യെസ്, ദ ബോയ്. ദെൻ നെക്സ്റ്റ് വൺ. അന്നാസ് ഫേസ് വാസ് റെഡ് വിത്ത് ഡാഷ്. അന്നയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു, അല്ലേ? ഓർക്കുന്നില്ലേ? യെസ്, ആംഗ്രി. ആൻസർ ഈസ് ആംഗ്രി, ദേഷ്യം. I will make a few more for you. Who said this? Did you remember Arundhati? Yes, Arundhati said to Anna, I will make a few more for you. നിനക്ക് ഞാൻ കുറേ എണ്ണം മേക്ക് ചെയ്ത് തരുമെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ്. He is so rude. Who said this? അവൻ ഭയങ്കര റൂഡാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നയായിരുന്നു പറഞ്ഞിരുന്നത്. ഓക്കെ, ആൻസർ ഈസ് അന്ന. ദ നോട്ടി ബോയ് ഡിഡ് നോട്ട് ഡാഷ് അന്നാസ് ആംഗ്രി ഫേസ്. നമ്മുടെ ഫാക്റ്റ് ബോയ് നോട്ടി ബോയ് ആയിരുന്നു, അല്ലേ? കുസൃതിക്കാരനായിരുന്നു. അവൻ അന്നയുടെ ഫേസ്, ദേഷ്യം പിടിച്ച ഫേസ് മൈൻഡ് ചെയ്തിട്ടില്ല എന്നാണ് അവിടെ പറയുന്നത്. ആൻസർ ഈസ് മൈൻഡ്. അന്നാസ് aunt tried to dash her. യെസ്, ആൻസർ ഈസ് കൺസോൾ. ആശ്വസിപ്പിച്ചു. അന്നയുടെ ആൻറ്റി അവളെ ആശ്വസിപ്പിച്ചു. ദെൻ നെക്സ്റ്റ് വൺ, ആക്ടിവിറ്റി 2. Take your English textbook. Then read the following sentence. Write the word opposite in meaning to the word underlined in the space provided. Complete the puzzle using these words. ഓപ്പോസിറ്റ് വേർഡുകൾ, വിപരീത പദങ്ങൾ കണ്ടെത്താനുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് വൺ. അന്ന ഈസ് സ്മോൾ ബട്ട് the boy is dash. Answer is big. Small, opposite word, big. Anna is small, but the boy is big. Then, second one. Anna learned good habits from her aunt. She doesn't like dash habit. What is the opposite word of good habits? Yes, bad habits. Then Anna learned good habits from her aunt. She doesn't like bad habits. Next one. Anna's father started for his office at dawn and returned home at a dash. Then dusk. Dawn means അതിരാവിലെ. Dust വൈകുന്നേരം, സന്ധ്യാസമയത്തിനാണ് പറയുന്നത്. ഓക്കെ, അന്നാസ് ഫാദർ സ്റ്റാർട്ടഡ് ഫോർ ഹിസ് ഓഫീസ് അറ്റ് ടൗൺ ആൻഡ് റിട്ടേൺ ഹോം അറ്റ് ഡസ്റ്റ്. ദെൻ ഫോർത്ത് വൺ. ദ ബോയ് ലോഞ്ച്ഡ് ഹിസ് ബോട്ട്സ് ഡ്യൂറിങ് ദ ഡേ. ദെൻ ഹി ഡ്രീംഡ് അബൌട്ട് ഇറ്റ് അറ്റ് നൈറ്റ്. The boy launched his boats during the day. He dreamed about it at night. During the day, പകൽ സമയം. At night, അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്. ഓക്കെ, then the boy launched his boats during the day. പകൽ സമയത്ത് ലോഞ്ച് ചെയ്യുന്നു. He dreamed about it at night. Then fifth one. The boy pulled the boat. Anna became sad. ബോയ് ബോട്ട് തള്ളിയപ്പോൾ അന്നയ്ക്ക് സാഡ് ആയി, സങ്കടമായി. aunt made boats. Anna became happy. അരുന്ധതി അവൾക്ക് ബോട്ടുണ്ടാക്കി കൊടുത്തപ്പോൾ അവൾ ഹാപ്പിയായി. ദെൻ ഓപ്പോസിറ്റ് വേർഡ് സാഡ്, ഹാപ്പി. ദെൻ സ്മോൾ, ബിഗ്. ഗുഡ് ഹാബിറ്റ്, ബാഡ് ഹാബിറ്റ്. ഡൗൺ, ഡസ്ക്. During the day, night, sad, happy. Dear children, പ്രിയപ്പെട്ട കുട്ടികളെ, ഇത്രയും സെൻറ്റൻസുകൾ നിങ്ങൾ വൃത്തിയായിട്ട് എഴുതി തന്നെ പഠിക്കണേ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.